Good morning, all. Good morning, ma'am. Can you last with the voice okay? Yes, ma'am. Okay. Next study union started. Yes, ma'am. Kind of certain doubt. Next start ചെയ്യാം. ട്രേഡ് യൂണിയനെ കുറിച്ചിട്ടാണ് നമ്മൾ നെക്സ്റ്റ് കഴിഞ്ഞ ക്ലാസ്സിലെ ലാസ്റ്റ് ടൈമില് നമ്മൾ പങ്കുവച്ചത് ട്രേഡ് യൂണിയനെ കുറിച്ചിട്ടാണ്. തീർച്ചയായിട്ടും നമുക്കറിയാം ട്രേഡ് യൂണിയനുകൾ സാധാരണയായിട്ട് ഒരു കമ്പനിയിൽ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനിൽ ഫേമിലൊക്കെ ഡെവലപ്പ് ചെയ്ത് വരുന്നത് ഏതെങ്കിലും അല്ലെ ഒരു എംപ്ലോയീസിന് അവരുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ നേരിട്ട് മാനേജ്മെന്റിൽ നിന്ന് നേടിയെടുക്കാൻ പറ്റിയില്ലെങ്കിൽ ട്രേഡ് യൂണിയന്റെ സാന്നിധ്യത്തിൽ അവരുടെ ലീഡർഷിപ്പോട് കൂടിയിട്ട് നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും അവിടെ ട്രേഡ് യൂണിയന്റെ പങ്ക് വഹിക്കുന്നത്. തീർച്ചയായിട്ടും നമുക്കറിയാം ഈ ട്രേഡ് യൂണിയനുകള് പൊതുവെ മിക്കവാറും എന്തെങ്കിലും ഒരു രാഷ്ട്രീയ സ്വാധീനത്തോട് കൂടിയിട്ടായിരിക്കും അല്ലെ മാനേജ്മെന്റിൽ നിന്ന് അത്തരം കാര്യങ്ങളൊക്കെ നേടിയെടുക്കാനായിട്ട് ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഒരു എംപ്ലോയിക്ക് അവരുടെ അവകാശങ്ങൾ ഒന്നോ ഒറ്റയ്ക്കോ അല്ലെങ്കിൽ ഒന്ന് രണ്ട് പേഴ്സൺസിൽ ഒന്നിച്ച് നിന്നുകൊണ്ടോ നേടിയെടുക്കാൻ പറ്റാത്ത അവിടെ റൈറ്റ്സ് ഒക്കെ യൂണിയന്റെ നേതൃത്വത്തിൽ നിന്നുകൊണ്ട് തന്നെ ബാർഗെയിൻ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് മിക്കവാറും കമ്പനികളിലൊക്കെ ട്രേഡ് യൂണിയനുകൾ അവരുടെ റോളുകൾ വഹിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും എംപ്ലോയീസിന് അത് ഗുണകരമായിട്ടുള്ള കുറെ കാര്യങ്ങൾ അവർ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് അതിന്റെ ജസ്റ്റ് മീനിങ് ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ഫസ്റ്റ് പാരഗ്രാഫ് അല്ലെ സെക്കൻഡ് പാരഗ്രാഫ് വരെ പറഞ്ഞതെന്ന് തോന്നുന്നു അല്ലെ. Then നമുക്ക് നെക്സ്റ്റ് നോക്കാം. That is why they start negotiating with the top management of the company and express their grievances. അതായത് സാധാരണയായിട്ട് നമുക്ക് ഈ ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ എന്താ പ്രത്യേകത ഉണ്ടാവുക, അവിടെ ചർച്ചകൾ സംഘടിപ്പിക്കും അല്ലെ. അവിടെ എന്താണ് എന്തെങ്കിലും ചർച്ചയ്ക്ക് മധ്യസ്ഥം വഹിക്കാനായിരിക്കും ട്രേഡ് യൂണിയൻ മുതിരുന്നത്. മാനേജ്മെന്റിനും എംപ്ലോയിക്കും ഇടയിൽ മധ്യസ്ഥരായിട്ട് നിലകൊള്ളുന്ന ഒരു റോളാണ് തീർച്ചയായിട്ടും ട്രേഡ് യൂണിയനുകൾ കൈക്കൊള്ളുന്നത് അല്ലെ. അപ്പൊ അവിടെ പരാതികൾക്ക് പരിഹാരങ്ങൾ കണ്ടെത്താനായിട്ടുള്ള ഒരു മീഡിയേറ്റർ ആയിട്ട് അവിടെ പ്രവർത്തിക്കുന്നു. നെഗോഷിയേറ്റിംഗ് വിത്ത് ടോപ്പ് മാനേജ്മെന്റ് ഓഫ് ദ കമ്പനി ആൻഡ് എക്സ്പ്രസ് ദെയർ ഗ്രീവൻസസ്. അതായത് അവിടെ ടോപ്പ് മാനേജ്മെന്റ് ആയിട്ട് അവിടെ ഇടയിൽ പ്രവർത്തിച്ച് ചർച്ചകൾ നടത്തിയിട്ടാണ് ഇത്തരത്തിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങൾ കണ്ടെത്തുന്നത്. The workers also demanded a share in the powers of management as far as the decision making is concerned. വർക്കേഴ്സ് ആണെങ്കിൽ അവരെ അവകാശപ്പെടും. തീർച്ചയായിട്ടും നമുക്കറിയാം അവിടെയുള്ള വർക്കേഴ്സ് വർക്ക് ചെയ്യുന്നത് കൊണ്ടാണ് കമ്പനിയുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനായിട്ട് സാധിക്കുന്നത് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും വർക്കേഴ്സ് ഒരു ഡിമാൻഡുകളൊക്കെ വെക്കും. ഞങ്ങൾക്ക് എന്താണ് എന്തെങ്കിലും തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോൾ ഞങ്ങളുടേതായ പങ്ക് വഹിക്കേണ്ടതാണ് അല്ലെ. ഞങ്ങൾക്ക് തീരുമാനത്തിൽ പങ്കാളികളാണ്, ഞങ്ങളെ കൊണ്ട് പറ്റുന്ന തരത്തിലുള്ള വർക്കുകളാണോ എന്നൊക്കെ തീരുമാനങ്ങൾ എടുക്കുമ്പോഴൊക്കെ കൃത്യമായിട്ട് ഞങ്ങൾ പങ്കാളികളാണ് എങ്കിലാണ് അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് പങ്കുവയ്ക്കാൻ സാധിക്കുകയുള്ളൂ അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ അവരതിന് ഒക്കെ ഡിമാൻഡ് ചെയ്യും. തീർച്ചയായിട്ടും ഈ നെഗോഷിയേഷൻ ചർച്ചകൾ സംഘടിപ്പിക്കുമ്പോഴാണ് അവരുടേതായിട്ടുള്ള ഈ തരത്തിലുള്ള ഡിസിഷൻ മേക്കിംഗ് പവറിലേക്ക് ഉള്ള അവകാശത്തിനെ കുറിച്ചൊക്കെ മാനേജ്മെന്റിനെ ബോധ്യമാക്കുന്നത്. Then in this regard, trade unions play an important role as they have been protecting the workers' economic interest. തീർച്ചയായിട്ടും നമുക്കറിയാം പൊതുവെ എംപ്ലോയേഴ്സിന് അല്ലെ വർക്ക് ചെയ്യാനായിട്ടുള്ള സാഹചര്യങ്ങൾ അനുകൂലമാക്കി കൊടുത്തിട്ടുണ്ടാവും അല്ലെ. അവരെ സാധാരണയായിട്ട് തൊഴിലുടമ അതെല്ലാം എംപ്ലോയർ അതെല്ലാം ശരിയാക്കി കൊടുത്തിട്ടുണ്ടാവും. പൊതുവെ നമുക്കറിയാം
മിക്കവാറും അവര് കൊടുക്കാത്തത് എന്താണെന്ന് വെച്ചാൽ എക്കണോമിക് ആയിട്ടുള്ള ഇൻട്രസ്റ്റുകൾ അല്ലെ, അവിടെ സാമ്പത്തികമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളായിരിക്കാം എംപ്ലോയീസിന് ലഭ്യമാക്കാതെ ഇരിക്കുന്നത് അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും ട്രേഡ് യൂണിയന് സാധാരണയായിട്ട് ഈ എംപ്ലോയീസിന്റെ സാമ്പത്തികമായിട്ടുള്ള ഇൻട്രസ്റ്റുകൾ അല്ലെ, താല്പര്യങ്ങളെ പരിരക്ഷിക്കാനായിട്ട്, അതിനെ സംരക്ഷിക്കാനായിട്ടായിരിക്കും പൊതുവെ ഏതൊരു കമ്പനിയിൽ നിലകൊള്ളുന്നത്. ഇൻ ദിസ് റിഗാർഡ് trade unions play an important role as they help in protecting the workers' economic interests. Then next നോക്കാം, they do so by collective bargaining and also by using political and economic tactics to pursue the management of the company. അതായത് ഇവിടെ പൊതുവെ നമുക്കറിയാം മാനേജ്മെന്റിന് അല്ലെ തീർച്ചയായിട്ടും ആരെങ്കിലൊക്കെ പ്രേരണ കൊടുക്കണം അല്ലെ, അല്ലെങ്കിൽ അവര് എന്താണ് ചെയ്യാനായിട്ട് ചില കാര്യങ്ങളൊന്നും അവർ ചെയ്യാനായിട്ട് വിസമ്മതിച്ചാലും അവിടെ എന്താണ് കമ്പല് ചെയ്തുകൊണ്ട് ചില കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കേണ്ടതായിട്ട് വരും അല്ലെ. തീർച്ചയായിട്ടും നമുക്കറിയാം അവിടെ വിലപേശലുകൾ നടത്തി, രാഷ്ട്രീയ സ്വാധീനത്തോട് കൂടിയിട്ട് ചില വിലപേശലുകൾ നടത്തി കഴിയുമ്പോഴായിരിക്കും എംപ്ലോയീസിന് അവകാശപ്പെട്ടതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനായിട്ട് മാനേജ്മെന്റ് തയ്യാറാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ കളക്റ്റീവ് ബാർഗൈനിങ് എന്നുള്ള പ്രധാനപ്പെട്ട കാര്യം, അത് അങ്ങനത്തെ റോളുകളെല്ലാം പ്രധാനമായിട്ടും ചെയ്യുന്നത് ആരായിരിക്കും? കമ്പനിയിലെ ഏത് യൂണിയൻ ആയിരിക്കും? ഏത് യൂണിയൻ ആയിരിക്കും? ട്രേഡ് യൂണിയൻ അല്ലെ. നെക്സ്റ്റ് നോക്കാം, ട്രേഡ് യൂണിയൻ ബിലീവ്സ് ദാറ്റ് they are a part of the organization and trade union believes that they are a part of the organization as it is a subsystem that helps to fulfill the interest of certain groups, that is workers. Okay, അപ്പൊ ട്രേഡ് യൂണിയൻ എന്താണ് വിശ്വസിക്കുന്നത്? ഓക്കെ, ഞങ്ങൾ ഉണ്ടായത് കൊണ്ടാണ് നിങ്ങൾക്ക്, അതായത് അവിടെയുള്ള എംപ്ലോയീസിന് അവകാശപ്പെട്ടതെല്ലാം നേടിയെടുക്കാനായിട്ട് സാധിച്ചിരിക്കുന്നത് എന്നുള്ള ഒരു മനോഭാവം അല്ലെ, ആ ഒരു ആറ്റിറ്റ്യൂഡ് ഉള്ളത് കൊണ്ട് തന്നെ അവരെന്താണ് എന്തായിട്ട് നിലകൊള്ളുന്ന ഒരു സബ്സിസ്റ്റം ആയിട്ടാണ് നിലകൊള്ളുന്നതാണ് അവർ അവകാശപ്പെടുന്നത്. that help fulfill the interest of a certain groups. സാധാരണയായിട്ട് അല്ലെ അവിടെയുള്ള വർക്കേഴ്സിന്റെ ഇൻട്രസ്റ്റ് ആണ് അവര് ഫുൾഫിൽ ചെയ്യുന്നത് അല്ലെ. അത് ആ സർട്ടൈൻ ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത് അവിടുത്തെ വർക്കേഴ്സ്, അവിടുത്തെ എംപ്ലോയീസ്. ആ എംപ്ലോയീസിന്റെ ആഗ്രഹങ്ങള് അല്ലെങ്കിൽ അവരെന്തൊക്കെയാണ് താല്പര്യപ്പെടുന്നത്, എന്തൊക്കെയാണ് അവകാശപ്പെടുന്നത്, അതെല്ലാം ഫുൾഫിൽ ചെയ്തു കൊടുക്കുന്നത് യൂണിയന്റെ എന്താണ് മീഡിയേറ്റർ ആയിട്ട് പ്രവർത്തിക്കുന്ന യൂണിയന്റെ നേതൃത്വത്തിലാണ്. ആ ഒരു കൺസിഡറേഷൻ ഉള്ളത് കൊണ്ട് തന്നെ യൂണിയൻ എന്താണ് എന്തായിട്ടാണ് നിലകൊള്ളുന്നത്? ഒരു സബ്സിസ്റ്റം ആയിട്ടാണ് അവിടെ നിലകൊള്ളുന്നത്. ഓക്കെ, അപ്പൊ മനസ്സിലാക്കി വെക്കുക. സാധാരണയായിട്ട് മീഡിയേറ്ററി പൊസിഷൻ ആണ് അവർക്ക് ഉണ്ടാവുക അല്ലെ. സാധാരണയായിട്ട് എംപ്ലോയീസിന് അവരുടെ അവകാശങ്ങൾ നേരിട്ട് ആദ്യം ചെയ്ത് എടുക്കാനായിട്ട് പറ്റാത്ത സാഹചര്യത്തില് തീർച്ചയായിട്ടും ട്രേഡ് യൂണിയന്റെ എന്താണ് മധ്യസ്ഥ മീഡിയേറ്റർ ആയിട്ടുള്ള പവർ ഉപയോഗിച്ചിട്ട് അവർക്ക് നമുക്കറിയാം പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു ഒരു സ്വാധീനവും കൂടി അവരുടെ ഇടയിൽ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ തന്നെ ബാർഗെയിൻ ചെയ്തിട്ട് അവരുടേതായിട്ടുള്ള അവകാശങ്ങൾ നേടിയെടുക്കാനായിട്ടാണ് പരമാവധി ശ്രമിക്കുന്നത്. If the community and the organization are growing strongly, the role of a trade union is also considered vital. Okay, നമുക്കറിയാം എന്താണ് അവിടെ അല്ലെ ആ ഒരു ഓർഗനൈസേഷൻ എന്ന് പറയുന്ന കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ ട്രേഡ് യൂണിയൻ ആണെങ്കിൽ യൂണിയന്റെ നേതാക്കളോടൊപ്പം തന്നെ ഒരുപാട് പിൻഗാമികൾ ഉണ്ടാവും അല്ലെ. അവിടുത്തെ വർക്കേഴ്സ് ഒക്കെ തന്നെയായിരിക്കും അവരെ പിന്തുടരുന്നത്. അങ്ങനെയുള്ള ഫോളോവേഴ്സ് ഉള്ളപ്പോൾ അതൊരു സ്ട്രോങ് ആയിട്ട് നിലകൊള്ളുന്ന ഒരു യൂണിയൻ ആയിട്ട് മാറുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് പ്രധാനപ്പെട്ട പല റോളുകളും നിർവഹിക്കാനായിട്ട് സാധിക്കുന്നു. വേരിയസ് ടൈപ്സ് ഓഫ് ട്രേഡ് യൂണിയൻസ്, പലതരത്തിലുള്ള ട്രേഡ് യൂണിയനുകളുണ്ട്. Some trade unions are formed by blue collar workers, some by white collar employees, and some are formed by employees. Okay, എല്ലാ തരത്തിലുള്ള എംപ്ലോയികൾക്ക് അതുമായി ബന്ധപ്പെട്ട എന്താണ് യൂണിയനുകളുണ്ട്. ഇപ്പൊ ബ്ലൂ കോളർ വർക്കേഴ്സ് അല്ലെങ്കിൽ വൈറ്റ് കോളർ വർക്കേഴ്സ് എന്നൊക്കെ പറയുന്നത് എന്താണ് ചിലത് അല്ലെ. ഇപ്പൊ ബ്ലൂ കോളർ വർക്കേഴ്സ് എന്ന് പറയുമ്പോൾ ഫിസിക്കലി അല്ലെങ്കിൽ ടെക്നിക്കലി കുറച്ച് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്രൊഫഷണൽസ് അല്ലെ. അത്തരത്തിലുള്ള യൂണിയൻ, അത്തരത്തിലുള്ള വർക്കേഴ്സുമായി ബന്ധപ്പെട്ട യൂണിയനുകളാണ് ബ്ലൂ കോളർ വർക്കേഴ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വൈറ്റ് കോളർ എന്ന് പറയുമ്പോൾ ഫിസിക്കലി അല്ലെങ്കിൽ ടെക്നിക്കലി കുറച്ച് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്രൊഫഷണൽസ് അല്ലെ. അത്തരത്തിലുള്ള യൂണിയൻ, അത്തരത്തിലുള്ള വർക്കേഴ്സുമായി ബന്ധപ്പെട്ട യൂണിയനുകളാണ് ബ്ലൂ കോളർ വർക്കേഴ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വൈറ്റ് കോളർ എന്ന് പറയുമ്പോൾ
നമുക്കറിയാം ഈ അഡ്മിനിസ്ട്രേറ്റീവ് പവർ പോലെയുള്ള വർക്കുകളൊക്കെ കൈകാര്യം ചെയ്യുന്ന വർക്കേഴ്സ്. അപ്പൊ അവരുടെ എന്താണ് അത്തരത്തിലുള്ള സംഘടനകൾക്കും അതിൻ്റെതായ യൂണിയനുകളുണ്ട്. അതേമാതിരി തന്നെ തൊഴിലുടമകൾക്കും അവരുടെ യൂണിയനുകൾ അവരുടെ അവകാശങ്ങളൊക്കെ നേടിയെടുക്കാനായിട്ട് യൂണിയനുകളൊക്കെ ഫോം ചെയ്യുന്നു. ഓക്കെ, ജസ്റ്റ് വായിച്ചു നോക്കാം. ഇവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്യേണ്ടതാണ്. യൂണിയൻ എന്ന് പറയുന്നത് ഒരു ഡാഷ് സിസ്റ്റം ആണ് അല്ലെ. ഫുൾഫിൽ ദ ഇൻട്രസ്റ്റ് ഓഫ് സർട്ടൻ ഗ്രൂപ്പ്സ്, ചെറിയ ഗ്രൂപ്പുകളുടെ എന്തെങ്കിലും ഇൻട്രസ്റ്റുകളൊക്കെ നേടിയെടുക്കാനൊക്കെ ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സിസ്റ്റമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഒരു സബ് സിസ്റ്റം ആയിട്ടാണ് എന്ത് പ്രവർത്തിക്കുന്നത്, യൂണിയനുകൾ പ്രവർത്തിക്കുന്നത്. പോയിന്റ്സ് ഒന്ന് മാർക്ക് ചെയ്യാം. വ്യത്യസ്ത തരത്തിലുള്ള ട്രേഡ് യൂണിയനുകളുണ്ട്. ബ്ലൂ കോളർ വർക്കേഴ്സിനോ അല്ലെങ്കിൽ വൈറ്റ് കോളർ വർക്കേഴ്സ് എംപ്ലോയീസിക്ക് ചേർന്ന വിധത്തില്, അതേപോലെ തന്നെ എന്താണ് എംപ്ലോയേഴ്സിന് തൊഴിലുടമകൾക്കും അവരുടേതായിട്ടുള്ള യൂണിയനുകളൊക്കെ ഉണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കുക, ഒരു നെഗോഷിയേഷൻ പവറാണ് അല്ലെ. അവിടെ ഒരു ചർച്ചകൾ സംഘടിപ്പിച്ചിട്ട് ഒരു ഡിസിഷൻ എടുക്കാനുള്ള ഒരു തീരുമാനം ഫോഴ്സ് ചെയ്യാനായിട്ടുള്ള ഒരു പവറാണ് ഏതൊരു ട്രേഡ് യൂണിയന് ഉണ്ടായിരിക്കുന്നത്. ഓക്കെയാണോ? ചെറിയ അബ്രിവേഷൻ TU എന്ന് പറയുമ്പോഴൊന്നും ചെറുതായിട്ടെങ്കിലും എങ്ങാനും ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തെറ്റിക്കരുത്. ട്രേഡ് യൂണിയന്റെ അബ്രിവേഷൻ ആണ്. നമുക്ക് നെക്സ്റ്റ് ഭാഗത്തേക്ക് നോക്കാം. അക്കോർഡിംഗ് ടു ലെസ്ചർ എന്താണ് അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ട്രേഡ് യൂണിയനെ നോക്കാം. A trade union is an association of employees designed primarily to maintain or improve the condition of employment of its members. അതായത് എംപ്ലോയി ഡിസൈൻ ചെയ്യുന്ന ഒരു അസോസിയേഷൻ ആണ്. ഇതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അവരുടെ അല്ലെ അതിലുള്ള അംഗങ്ങളുടെ എന്താണ് കണ്ടീഷനുകളൊക്കെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, വർക്കിംഗ് കണ്ടീഷൻ ആണെങ്കിൽ വർക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം എന്താണ് അത് വളർത്തിയെടുക്കുക എന്ന് വെച്ചാൽ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു യൂണിയനാണ് എന്ത് പറയുന്നത്, ട്രേഡ് യൂണിയൻ. അത് എംപ്ലോയിക്ക് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന, രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഒരു ട്രേഡ് യൂണിയനാണ്. ട്രേഡ് യൂണിയൻ എന്ന് പറയുന്ന ഒരു അസോസിയേഷൻ ആണ്. എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? എംപ്ലോയീസിന് വേണ്ടിയിട്ട് എംപ്ലോയീസ് ഡിസൈൻ ചെയ്യുന്ന ഒരു അസോസിയേഷൻ ആണ്. തീർച്ചയായിട്ടും എംപ്ലോയീസ് എന്തിനു വേണ്ടിയിട്ടായിരിക്കും ഇത് ഡിസൈൻ ചെയ്യുന്നത്? അവിടെയുള്ള മെമ്പേഴ്സ്, അതിലുള്ള മെമ്പേഴ്സിന്റെ വർക്കുമായി ബന്ധപ്പെട്ട് അതിന്റെ ആ ഇംപ്രൂവ്മെന്റ് കണ്ടീഷൻസ് നിലനിർത്താൻ വേണ്ടിയിട്ട്, നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു അസോസിയേഷൻ എന്താണ് ഫോം ചെയ്യുന്നത്. നെക്സ്റ്റ് അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ഇതില് ഞാൻ എല്ലായ്പ്പോഴും പറയുന്ന മാതിരി എല്ലാത്തിലും എന്താണ് നമുക്ക് ഡെഫിനേഷനുകളുണ്ട്. അപ്പൊ ആരാണ് ഇത് പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് അല്ലെ, ആ ഒരു ഡിസ്ക്രിപ്ഷൻ ആരാണ് അല്ലെങ്കിൽ ആരുടെ ഡെഫിനേഷൻ ആണെന്നുള്ളത് ജസ്റ്റ് നിങ്ങൾ നോട്ട് ചെയ്യേണ്ടതാണ്. അക്കോർഡിംഗ് ടു ഫിക്കോ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ എന്താ പറയുന്നത്? ട്രേഡ് യൂണിയൻ ഈസ് എ വർക്കേഴ്സ് ഓർഗനൈസേഷൻ which is established by their collective activities to the welfare of the members in social, economic and potential interests and to keep them secured and for improvement in it. Okay. അതായത് ട്രേഡ് യൂണിയൻ എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷൻ, ഒരു സംഘടനമായിട്ടുള്ള ഒരു സംഘടനയാണ്. ഇതിനു വേണ്ടിയിട്ടുള്ളതാണ്. അത് എന്താണ് കളക്റ്റീവ് ആക്ടിവിറ്റീസ് അല്ലെ, മറ്റ് മാനേജ്മെന്റിൽ നിന്നും കുറച്ച് ബാർഗെയിൻ ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ തരത്തിലുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ബാർഗെയിനിങ് ആണ്? സാമൂഹികവും സാമ്പത്തികവും അതേമാതിരി തന്നെ അല്ലെ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഇൻട്രസ്റ്റുകളൊക്കെ നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ആക്ടിവിറ്റീസ് അല്ലെ, അത് കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ആണ് എന്ന് പറയുന്നത് ട്രേഡ് യൂണിയൻ എന്ന് പറയുന്നത്. ആൻഡ് ടു കീപ് ദം സെക്യൂർഡ് ആൻഡ് ഫോർ ഇംപ്രൂവ്മെന്റ് ഇൻ ഇന്ത്യ. ഓക്കെ, ഇത് നമുക്കറിയാം വികസിപ്പിച്ച് അത് പ്രോത്സാഹിപ്പിച്ചെടുക്കാനായിട്ട് ഇത്തരത്തിലുള്ള നല്ല നല്ല ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ അതിനെ പ്രോത്സാഹിപ്പിച്ചെടുക്കാൻ അല്ലെങ്കിൽ വളർത്തിയെടുക്കാൻ അല്ലെങ്കിൽ സുരക്ഷിതമായിട്ട് അവിടെയുള്ള മെമ്പേഴ്സിനൊക്കെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ റോളുകളും സംഘടിപ്പിക്കുക എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട എയിം. അതിനു വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ട്രേഡ് യൂണിയനുകൾ ഫോം ചെയ്തിരിക്കുന്നത്. ഇനി അദ്ദേഹത്തിന്റെ അക്കോർഡിംഗ് ടു വെബ്സിന്റെ അഭിപ്രായത്തില് trade union is a continuous association of wages earners, then for the purpose of maintaining and improving the condition of their working lives. Okay. അവിടെ അതായത് ട്രേഡ് യൂണിയൻ വെബ്സിന്റെ അഭിപ്രായത്തില് ട്രേഡ് യൂണിയൻ എന്ന് പറയുന്നത്
ദൈനംദിന ജീവിതത്തില് അല്ലെ അവിടുത്തെ വർക്കിംഗ് കണ്ടീഷനില് അത് മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് അല്ലെ ഇതിന്റെ കാര്യങ്ങളെല്ലാം ലൈഫ് സ്റ്റൈലിലൊക്കെ മെച്ചപ്പെടുത്തി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള വേജസ് ഏർണിങ്സ് അത് നമുക്കറിയാം ഒരു നിശ്ചിത ഒരു ഏർണിങ്സോട് കൂടിയിട്ട് ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും അല്ലെ. അതൊന്നും കൂടി മെച്ചപ്പെടുത്തി കൊണ്ടുപോയാലാണ് ജീവിതത്തിൽ കുറച്ചും കൂടിയും കാര്യങ്ങൾ നേടിയെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് അത് ബാർഗെയിൻ ചെയ്തെടുക്കാനുള്ള ഒരു പവറിന് വേണ്ടിയിട്ടുള്ള ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു അസോസിയേഷൻ ആണ് എന്തെന്ന് പറയുന്നത് ട്രേഡ് യൂണിയൻ. കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു അസോസിയേഷൻ എന്ന് പറയാൻ കാരണം എന്തുകൊണ്ടാണ് ഒരു നെഗോഷിയേഷൻ സംഘടിപ്പിച്ചിട്ട് ചർച്ചകൾ നടത്തി എന്തെങ്കിലുമൊക്കെ ഫുൾഫിൽ ചെയ്ത് അല്ലെ അത് വീണ്ടും ചിലപ്പോൾ വേണമെങ്കിൽ ചർച്ച നിർത്തിപ്പോവാനായിട്ടുള്ള സാധ്യതയുണ്ട്. വീണ്ടും അത് ചർച്ചകളിലേക്ക് ഡേറ്റുകൾ തീരുമാനിച്ച് വീണ്ടും ചർച്ചകൾ നടത്തുന്നു. അങ്ങനെ പല വിധത്തില് ഘട്ടമായിട്ടാണ് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്ന ബാർഗെയിൻ ചെയ്തിരിക്കുന്ന റൈറ്റ്സുകളൊക്കെ നേടിയെടുക്കാനായിട്ട് സാധിക്കുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് വെബ്സിന്റെ അഭിപ്രായത്തിൽ ട്രേഡ് യൂണിയൻ എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു അസോസിയേഷൻ ആണ് ഓഫ് വേജ് ഏർണേഴ്സ്. വേജുകൾ ഇങ്ങനെ ഏൺ ചെയ്തെടുക്കാനായിട്ടുള്ള ഒരു കണ്ടിന്യൂസ് അസോസിയേഷൻ ആണ് ഫോർ ദ പർപ്പസ് ഓഫ് മെയിൻറ്റെയിനിങ് ആൻഡ് ഇംപ്രൂവിംഗ് ദ കണ്ടീഷൻ ഓഫ് ദെയർ വർക്കിംഗ് ലൈഫ്. നമുക്കറിയാം ഇതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതം അല്ലെ ജീവിതത്തില് നല്ല കണ്ടീഷൻസുകൾ അത് മെച്ചപ്പെടുത്തി കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഏർണിങ്സുകൾ വർദ്ധിപ്പിച്ചെടുക്കാനായിട്ട് പരിശ്രമിക്കുന്നത്. ഓക്കെയാണോ? ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. നമുക്ക് നെക്സ്റ്റ് ഭാഗത്തേക്ക് നോക്കാം. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ട്രേഡ് യൂണിയൻസ്. ട്രേഡ് യൂണിയന്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? Various characteristics of trade unions are categorized below. As one, association of voluntary nature. സ്വമേധയായുള്ള ഒരു സ്വഭാവം കാണിക്കുന്ന ഒരു അസോസിയേഷൻ ആണ് എന്ന് പറയുന്നത് ട്രേഡ് യൂണിയൻ എന്ന് പറയുന്നത്. നോക്കാം എന്താണുള്ളത്. Association of employees in trade unions in on their own will and not forced. അറിയാം അല്ലെ എംപ്ലോയീസ് എന്ന് പറയുന്നത് അല്ലെ ആ ട്രേഡ് യൂണിയന്റെ എംപ്ലോയീസ് എന്ന് പറയുന്നത് ഒരിക്കലും ഫോഴ്സ് ചെയ്ത് മെമ്പർഷിപ്പ് എടുക്കുന്നവരല്ല, സ്വന്തം ഇൻട്രസ്റ്റ് കൊണ്ടാണ് നമ്മൾ ആ ട്രേഡ് യൂണിയനിൽ മെമ്പർ ആവുന്നത് അല്ലെ. നമുക്കറിയാം കമ്പനികളിലെ വ്യത്യസ്ത യൂണിയനുകൾ പ്രവർത്തിക്കുന്നുണ്ടാവും. ആരെയും ഫോഴ്സ് ചെയ്തിട്ടല്ല ആ യൂണിയനിലെ മെമ്പർഷിപ്പ് എടുക്കുന്നത്. തീർച്ചയായിട്ടും നമുക്കറിയാം ഇലക്ഷനും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടായിരിക്കും അതിന്റെ ലീഡേഴ്സ് ഒക്കെ രംഗത്ത് വരുന്നത്. തീർച്ചയായിട്ടും അവനവന് ഇഷ്ടമുള്ള രീതിയിലായിരിക്കും അവന് മെമ്പർഷിപ്പ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഇറ്റ്സ് ആൻ വോളണ്ടറി നേച്ചർ ആണ് അല്ലെ. ഓൾ ദ വോളണ്ടർ എംപ്ലോയീസ് ജോയിൻ ദ യൂണിയൻ ടു വർക്ക് ടുഗദർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് അച്ചീവിംഗ് ദിയർ കോമൺ ഒബ്ജക്റ്റീവ്സ്. തീർച്ചയായിട്ടും അവര് ഒരു സ്പെഷ്യൽ പേഴ്സണ് വേണ്ടിയിട്ടുള്ള ലക്ഷ്യം നേടിയെടുക്കുക എന്നുള്ള ഉദ്ദേശമല്ല അവിടെ പ്രാവർത്തികമാക്കുന്നത് അല്ലെ. അവിടെയുള്ള എംപ്ലോയീസിന് അല്ലെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ പറയാണ് അവര് വർക്കേഴ്സ് എല്ലാം വർക്ക് ടുഗദർ അല്ലെ. അവിടെ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്നിട്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം കോമൺ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സുകളൊക്കെ നേടിയെടുക്കുന്നത്. സ്വമേധയാണ് ഇതില് ഗ്രൂപ്പിലെ മെമ്പേഴ്സ് അംഗത്വം സ്വീകരിക്കുന്നത്. Such associations have numerous workers from different occupations. നമുക്കറിയാം ഈ അസോസിയേഷനില് എല്ലാവരും അല്ലെ വ്യത്യസ്ത ഗ്രൂപ്പിലുള്ളവരൊക്കെ വർക്ക് ചെയ്യുന്നവരായിരിക്കും അല്ലെ.
എല്ലാ ഒരു ഓർഗനൈസേഷൻ ആവുമ്പോൾ തന്നെ അതിൽ ചിലപ്പോൾ പലതരത്തിലുള്ള ടോപ്പ് ലെവൽ, മിഡിൽ ലെവല്, ലോവർ ലെവലിലൊക്കെ ജീവനക്കാർ വർക്ക് ചെയ്യുന്നുണ്ടാവണം. അപ്പൊ തീർച്ചയായിട്ടും ഒരേ ലെവലിലുള്ള ജീവനക്കാരാവണമെന്നില്ല. വ്യത്യസ്ത ഓക്യുപ്പേഷനിൽ വർക്ക് ചെയ്യുന്നവരായിരിക്കാം. അങ്ങനെ വ്യത്യസ്ത ഓക്യുപ്പേഷനിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് യൂണിയന്റെ പങ്കാളിയാകാനായിട്ട് സാധിക്കും. യൂണിയന്റെ നേതൃത്വത്തിൽ എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സുകളുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ കോമൺ ഇൻട്രസ്റ്റ്. ഓക്കെ അല്ലേ? അസോസിയേഷൻ വോളണ്ടറി നേച്ചർ അല്ലേ? നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ കോമൺ ഇൻട്രസ്റ്റ്. എന്താണ് കോമൺ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്? നമുക്കറിയാം ഏതൊരു ഓർഗനൈസേഷൻ ഇപ്പൊ വേജ് കുറവാന്നൊക്കെ ഉള്ളത് ഒരാൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു പ്രോബ്ലം അല്ല അല്ലെ, എല്ലാവർക്കും കൂടി. അല്ലെങ്കിൽ നമ്മൾ അഡീഷണൽ വർക്ക് ചെയ്തിട്ട് നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള ബെനിഫിറ്റ്സ് റിട്ടേൺസ് കിട്ടുന്നില്ല എന്നുള്ളത് ഒരാൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു ആവശ്യമല്ല അല്ലെ. കോമൺ പ്രോബ്ലംസ് ആൻഡ് ഇൻട്രസ്റ്റ് ഓഫ് ദ വർക്കേഴ്സ് ഈസ് ദ പ്രൈമറി മോട്ടിവേഷൻ ഫാക്ടർ ആൻഡ് ഓൾസോ ദ റീസൺ ബിഹൈൻഡ് ദ യൂണിറ്റി, ബിഹൈൻഡ് ദിയർ യൂണിറ്റി. തീർച്ചയായിട്ടും നമുക്കറിയാം ഒരു ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നതിന്റെ പ്രധാനമായിട്ടുള്ള കാര്യം ഒരാൾക്ക് വേണ്ടിയിട്ടല്ല അല്ലെ, ഒരാളുടെ അവകാശം നേടിയെടുക്കാനായിട്ടല്ല അവിടെ പരിശ്രമിക്കുന്നത്, ഒരാളുടെ താല്പര്യമോ അല്ല അവിടെ കൺസിഡർ ചെയ്യുന്നത്. ഒരു കൂട്ടം വ്യക്തികളുടെ ആവശ്യങ്ങളാണ് ഒന്നിച്ചവര് കൺസിഡർ ചെയ്തിട്ട് ബാർഗൈൻ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ അവിടെ യൂണിറ്റി അല്ലെ, ഐക്യത്തോടു കൂടിയിട്ട് മുന്നേറേണ്ടതാണ്. And through their trade union, they try to maintain sound relations with the management of the company. തീർച്ചയായിട്ടും ട്രേഡ് യൂണിയനുകളെല്ലാം എപ്പോഴും എന്താണ് നല്ലൊരു ബന്ധം അല്ലെ അവിടെ മാനേജ്മെന്റ് ആയിട്ട് സ്ഥാപിച്ചിരിക്കേണ്ടതുണ്ട്. തീർച്ചയായിട്ടും നമുക്കറിയാം യൂണിയനെ വെറുപ്പിക്കാനായിട്ട് മാനേജ്മെന്റ് തയ്യാറാവില്ല. അതേമാതിരി തന്നെ മാനേജ്മെന്റിൽ നിന്നും കാര്യങ്ങൾ അവിടെയുള്ള എംപ്ലോയീസിനെ നേടിക്കൊടുക്കാനായിട്ട് ഒരു നല്ലൊരു ടൈപ്പ് ഇല്ലാതെ ഇവർക്ക് നേടിക്കൊടുക്കാനും സാധിക്കില്ല അല്ലെ. തീർച്ചയായിട്ടും യൂണിയനുകളൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നത് ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, എംപ്ലോയേഴ്സ് ആണ്, തൊഴിലുടമകളാണ്. അവരിങ്ങനെ അവർ പറയുന്നത് കേട്ടിട്ട് ഓരോന്നും ബാർഗൈൻ ചെയ്യുന്നതനുസരിച്ചിട്ട് നടപ്പാക്കി കൊടുക്കുമ്പോഴാണ് ആ യൂണിയൻ ആ ഒരു കമ്പനിയിൽ ഏറ്റവും കൂടി ബെറ്റർ ആയിട്ട് പ്രവർത്തിക്കാനായിട്ടുള്ള സാഹചര്യം വരുന്നത്. അല്ലെങ്കിൽ ബാർഗൈൻ ചെയ്യുന്ന സമയത്ത് അവര് മാനേജ്മെന്റ് ഇവര് ബാർഗൈൻ ചെയ്ത കാര്യങ്ങളൊന്നും ശരിയാക്കി കൊടുത്തില്ല എങ്കിൽ തീർച്ചയായിട്ടും ആ യൂണിയന്റെയും നിലനിൽപ്പിനെ അത് ബാധിക്കുമോ? സാധ്യതയുണ്ടോ? ഉണ്ടോ? എപ്പോഴും ഉണ്ട് അല്ലെ. കാരണം എംപ്ലോയീസ് ആ യൂണിയനിൽ നിന്ന് വിട്ടുപോകും, വേറെ യൂണിയനിലേക്ക് ചേരാനായിട്ട് ശ്രമിക്കും അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും നല്ലൊരു ബെറ്റർ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഇങ്ങനെ പ്രവർത്തിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. തീർച്ചയായിട്ടും കോമൺ ആയിട്ടുള്ള ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ടായിരിക്കും യൂണിയനുകൾ പ്രവർത്തിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ബോട്ടം അപ്പ് അതോറിറ്റി അപ്രോച്ച്. എന്താണ് ബോട്ടം അപ്പ് അതോറിറ്റി അപ്രോച്ച് എന്ന് പറയുന്നത്? The trade union are set ups in which employees or workers of the companies join together voluntarily. നമ്മൾ നേരത്തെ കണ്ടു, സ്വമേധയാണ് കമ്പനിയിലെ വർക്കേഴ്സ് എല്ലാം എന്താണ് ഇതിലേക്ക് അംഗങ്ങളായിട്ട് പ്രവർത്തിക്കുന്നത്. Then they elect their leaders on their own, and thus the real strength of the leader lies in the workers. ഓക്കെ, നമുക്കറിയാം വർക്കേഴ്സ് വോട്ട് ചെയ്യുമ്പോഴാണ് അവർക്ക് നേതൃസ്ഥാനം ലഭ്യമാകുന്നത് അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും എന്താണ് അവിടെ ലീഡേഴ്സ് അല്ലെ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വർക്കേഴ്സിന്റെ ഇടയിൽ കിടക്കുന്ന വ്യക്തികളാണ്. വർക്കേഴ്സ് ഇവർക്ക് എന്തെങ്കിലും വോട്ടിംഗ് ലഭ്യമല്ല എങ്കിൽ തീർച്ചയായിട്ടും ഇലക്ഷൻ നിന്ന് കഴിഞ്ഞാൽ അവർ ഫെയിൽ ആയി പോകാനായിട്ടുള്ള സാധ്യതകളുണ്ട്. This is however just the workers. This is however just the opposite of the popular practice in various organizations. As in case of unions, the authority flows from bottom up to top. Okay. അതായത് നമുക്ക് എപ്പോഴും അല്ലെ അധികാരങ്ങൾ എപ്പോഴും താഴെ നിന്ന് മുകളിലേക്കാണ് ഒഴുകുന്നത് അല്ലെ. തീർച്ചയായിട്ടും നമുക്കറിയാം ലോവർ ലെവലിൽ നിന്നാണ് തന്നെ മേലുദ്യോഗസ്ഥർക്കാണ് അവര് അധികാരങ്ങൾ കൊടുക്കുന്നത് അല്ലെ. അവര് റെസ്പോൺസിബിൾ ആയിട്ടുള്ള പേഴ്സൺസ് ആണ് മേലുദ്യോഗസ്ഥർക്കായിരിക്കും. then അവിടെ നിന്ന് അവരുടെ മേലുദ്യോഗസ്ഥർക്കായിരിക്കും അല്ലെ. അതായത് ഒരു എന്താണ് ലൈൻ ഫ്ലോ നോക്കുകയാണെങ്കിൽ, ഒരു മാനേജ്മെന്റ് ലൈൻ ഫ്ലോ നോക്കുകയാണെങ്കിൽ എന്താണ് ലോവർ ലെവലിൽ നിന്ന് മുകളിലേക്കായിരിക്കും എപ്പോഴും ആ ഒരു അധികാര പദവിയൊക്കെ കേന്ദ്രീകൃതമാകുന്നത്. അപ്പൊ തീർച്ചയായിട്ടും മാനേജ്മെന്റ് ലെവലിലേക്ക് അത്തരത്തിലുള്ള ഒരു കാര്യങ്ങൾ എത്തണമെങ്കിൽ, മീഡിയേറ്റർ ആയിട്ട് പ്രവർത്തിക്കണമെങ്കിൽ താഴെ ലെവലുകളിൽ നിന്ന് തന്നെ അവരുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ അല്ലെ, അവരുടേതായിട്ടുള്ള അധികാര പരിധികളിലൊക്കെ
നമ്മൾ പങ്കുകൊണ്ടതിന് ശേഷം മാത്രമാണ് അവർക്ക് ബാർഗെയിൻ ചെയ്യാനായിട്ടുള്ള പവർ കിട്ടുന്നത് അല്ലെ. ദിസ് ഇസ് ഹവർ ജസ്റ്റ് ദ വർക്കേഴ്സ്. This is however just the opposite of the popular practice in the various organizations. As in case of URI, the authority flows from bottom to top. എപ്പോഴും അധികാരങ്ങൾ എപ്പോഴും എന്താണ് താഴെ നിന്നായിരിക്കും മേലിലേക്കായിരിക്കും പോകുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് ബാർഗെയിൻ ചെയ്തിരിക്കേണ്ടത് മേൽത്തട്ടിൽ നിന്നാണ്. അപ്പൊ അതെന്താണ് ഒരു ബോട്ടം ഓഫ് അതോറിറ്റിയുടെ അപ്രോച്ച് കൊടുത്തിട്ട് ആ ഒരു സമീപനത്തോട് കൂടിയിട്ട് മാത്രമാണ് ഇവർക്ക് ബാർഗെയിൻ ചെയ്തെടുക്കാനായിട്ട് സാധിക്കുള്ളൂ അല്ലെ. ഇപ്പൊ ചർച്ചകളൊക്കെ സംഘടിപ്പിക്കുമ്പോൾ ഒരുപക്ഷെ നമ്മൾ പറയുന്ന ആശയങ്ങളിലൊക്കെ വിയോജിപ്പുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും വീണ്ടും അവരോട് സഹകരിക്കണം. വീണ്ടും അല്ലെ ഒരുപാട് നാളെ സഹകരിച്ചതിന് ശേഷം മാത്രമാണ് അവരിൽ നിന്ന് കൃത്യമായിട്ടുള്ള ഒരു സൊല്യൂഷൻ ചിലപ്പോൾ നേടിയെടുക്കാൻ പറ്റിയെന്നവരോട്. ഓക്കെ, കേളെ ജസ്റ്റ് 3 പോയിട്ട് വായിക്കാം. ഓക്കെയാണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെയാണോ? നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ മാച്ചിങ് പവർ വിത്ത് റിസോഴ്സസ്. നോക്കാം, നമ്മളെപ്പോഴും അല്ലെ അധികാരം കാണിക്കാനായിട്ട് നോക്കുമ്പോൾ ശ്രമിക്കുമ്പോൾ എപ്പോഴും എന്താണ് അവിടെ ഒരു മധ്യസ്ഥന്റെ റോള് അല്ലെ ഒരു മാച്ചിങ് ആണോ എന്ന് നോക്കിയതിനു ശേഷമാണ് നമുക്ക് ഈ പറഞ്ഞ മാതിരി അവിടെ മേൽത്തട്ടിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ നേടിയെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അല്ലെ. It enables the workers to tackle the challenges posed by the top management of the company, which has a great resource at its command. അതായത് നമുക്കറിയാം ഏറ്റവും ടോപ്പിലാണ് കൂടുതൽ അധികാരമുള്ളത് അല്ലെ. എന്ത് ചെയ്യാനും തീരുമാനങ്ങളൊക്കെ നടപ്പാക്കാനും തീരുമാനങ്ങൾ എടുക്കാനും അല്ലെങ്കിൽ നടപ്പിൽ വരുത്താനൊക്കെയുള്ള അധികാരം എന്ന് പറയുന്നത് നമുക്കറിയാം ടോപ്പ് ലെവലിലുള്ള ജീവനക്കാർക്കാണ് അതിനുള്ള പവർ ഉണ്ടാവും അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും എന്താണ് എന്തെങ്കിലും വെല്ലുവിളി വന്നു കഴിയുമ്പോഴും നമുക്കറിയാം ടോപ്പ് ലെവലിൽ തന്നെയാണ് അതിനുള്ള പവർ ഉണ്ടാവുക. ഏതൊക്കെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുമെങ്കിൽ മുൻകൈയെടുക്കേണ്ടതും അവർ തന്നെയാണ് അല്ലെ. The activities of members of the union which are collective in nature help them to establish equality with the management of the company. ഓക്കെ, നമുക്കറിയാം പൊതുവെ മേൽത്തട്ടിലുള്ള മാനേജ്മെന്റിന്റെ പ്രത്യേകത എന്താണ്? അവിടെ എന്താണ് എംപ്ലോയർ എന്താണോ പറയുന്നത് അത് നടപ്പാക്കി കൊടുക്കാനായിരിക്കും മേൽത്തട്ടിലുള്ള മാനേജ്മെന്റ് ശ്രമിക്കുന്നത് അല്ലെ. എംപ്ലോയീസിന്റെ ഭാഗത്തായിരിക്കില്ല മാനേജ്മെന്റ് നിലകൊള്ളുന്നത്. മാനേജ്മെന്റ് എപ്പോഴും എംപ്ലോയറുടെ കൂടെയായിരിക്കും അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും എന്താണ് ആ മാനേജ്മെന്റിന്റെ ആ നിലപാടുകൾ എപ്പോഴും മേൽത്തട്ടിലുള്ളവരോട് അവരുടെ തൊട്ട് മുകളിലുള്ള ഉദ്യോഗസ്ഥരോട് ഒപ്പം തന്നെ നിൽക്കുന്നത് കൊണ്ട് തന്നെ അവിടെ കളക്റ്റീവ് ബാർഗെയിനിങ് ആണ് പ്രധാനമായിട്ട് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. Then it greatly help in the bargaining with the management of the company on the matters relating to the employees. Okay, നമുക്കറിയാം ഈ റിസോഴ്സസ് ഉണ്ടെങ്കിൽ മാത്രമാണ് അവർക്ക് അതനുസരിച്ചിട്ട് അല്ലെ എന്തെങ്കിലും ഇപ്പൊ ഒരു ബെനിഫിഷ്യൽ ആയിട്ടുള്ള പാക്കേജുകൾ ലഭ്യമാക്കണമെങ്കിൽ എംപ്ലോയി ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മാനേജ്മെന്റ് ലെവലില് അവർക്കറിയാം ഓക്കെ ഇപ്പോ നിലവില് അതിനുള്ള സാധ്യതയുണ്ടോ ഇല്ലയോ ഉള്ളത് അല്ലെ. അപ്പൊ അത് മാച്ച് ആണെങ്കിൽ മാത്രമാണ് അത് അറേഞ്ച് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അല്ലെ.
മാച്ചിങ് പവർ വിത്ത് ദ റിസോഴ്സസ് മതിയായ രീതിയിൽ അവൈലബിൾ ആണ് എങ്കിൽ ഈ പറഞ്ഞ എംപ്ലോയിയുടെ ആവശ്യങ്ങളൊക്കെ നേടിക്കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ ടോപ്പ് ലെവലിലുള്ളവർക്കാണ് ഈ മാനേജ്മെന്റിനോടൊപ്പം തന്നെ, അതായത് മാനേജ്മെന്റ് എംപ്ലോയറോടൊപ്പം തന്നെയായിരിക്കും നിലകൊള്ളുന്നത്. തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോൾ അവരുടെ ആ ഒരു പരിഗണനയും കൂടിയും അതുകൂടിയും അടിസ്ഥാനത്തിലായിരിക്കും തീരുമാനങ്ങളൊക്കെ ഡിസിഷൻസ് ഒക്കെ എടുത്ത് എംപ്ലോയീസിന്റെ മേലുള്ള കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരിക. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ പറയുന്നു ഇറ്റ് ഗ്രേറ്റ്ലി ഹെൽപ്പ് ഇൻ ബാർഗെയിൻ വിത്ത് ദ മാനേജ്മെന്റ് ഓഫ് ദ കമ്പനി ഓൺ ദ മാറ്റേഴ്സ് റിലേറ്റിംഗ് ടു ദ എംപ്ലോയീസ്. അപ്പൊ അവിടെ എംപ്ലോയീസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടതിന് ശേഷം മാത്രമാണ് ടോപ്പ് ലെവലിലുള്ള മാനേജ്മെന്റ് എന്താണ് എംപ്ലോയറിൽ നിന്നും അത് ബാർഗെയിൻ ചെയ്യാനായിട്ട് തയ്യാറാണ്. കാരണം അവർക്കറിയാം എന്താണ് നിലവിലത്തെ ഇക്കോണമിക് സ്റ്റേജും കാര്യങ്ങളൊക്കെ അവർക്കറിയാം. അവിടെയാണ് മോസ്റ്റ്ലി അവർക്കാണ് റിസോഴ്സസ് ഒക്കെ കൈകാര്യം ചെയ്യാനൊക്കെയുള്ള ഒരു കമാൻഡിങ് പവർ ഒക്കെ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഓക്കെ ഈ ടൈമിൽ ഇത് അവൈലബിൾ ആണോ എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാനൊക്കെ സാധിക്കുന്നത് ടോപ്പ് ലെവലിലുള്ള മാനേജ്മെന്റ് ആണ്. ക്ലിയർ ആണോ? നമുക്ക് നെക്സ്റ്റ് നോക്കാം. Workers as an intermediary between the employees and the employer. ഓക്കെ, നമുക്കറിയാം തൊഴിലുടമയ്ക്കും തൊഴിലാളികൾക്കും ഇടയിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒരു ഘടകമാണ് ആര്? യൂണിയനുകൾ അല്ലെ? ആണോ? തൊഴിലാളികളുടെ ആവശ്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും തൊഴിലുടമയോട് അല്ലെ അവരുമായിട്ട് കൂടുതലായിട്ട് ബാർഗെയിൻ ചെയ്ത് അല്ലെ വിലപേശിയിട്ടാണ് അവിടെ തീരുമാനങ്ങളൊക്കെ എടുക്കാനായിട്ട് അവരോട് കൂടി ഒന്നിച്ചിരുന്ന് പ്രവർത്തിക്കേണ്ടതല്ല അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ പറയുന്ന വർക്കേഴ്സ് ആസ് ആൻ ഇന്റർമീഡിയേറ്ററി ബിറ്റ്വീൻ ദ എംപ്ലോയീസ് ആൻഡ് എംപ്ലോയർ. Trade unions also play the role of a mediator between the employee and the management of the company. Important ആണ് അല്ലെ, ഒരു മീഡിയേറ്റർ ആയിട്ടാണ് നിലകൊള്ളുന്നത് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. Although the basic role of the trade union is to protect the interest of the workers, it also as a means to clarify and sort of a confusion or a tension between the workers and the management. തീർച്ചയായിട്ടും നമുക്കറിയാം ട്രേഡ് യൂണിയന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് വർക്കേഴ്സിനോടൊപ്പം നിൽക്കുക അല്ലെ. വർക്കേഴ്സിന്റെ ഇൻട്രസ്റ്റ് കാത്തു സൂക്ഷിക്കാനായിട്ടായിരിക്കും പൊതുവെ ട്രേഡ് യൂണിയനുകൾ നിലകൊള്ളുന്നത്. It also works as a means to clarify any sort of confusion or tension between the workers and the management. അവിടെ മാനേജ്മെന്റും വർക്കേഴ്സ് തമ്മിൽ എന്തെങ്കിലും ഒരു അഭിപ്രായ വ്യത്യാസമോ കൺഫ്യൂഷനോ ബുദ്ധിമുട്ടൊക്കെ വരികയാണെങ്കിൽ അവിടെ ഇത്തിരി കൂടി പ്രധാനപ്പെട്ട റോള് വഹിക്കാനായിട്ടുള്ള ശ്രദ്ധ ആർക്കാണുള്ളത്? ട്രേഡ് യൂണിയനുകൾക്കാണ്. ട്രേഡ് യൂണിയൻ ഈസ് ദ പ്രോസസ് ഓഫ് ഡിസിഷൻ മേക്കിംഗ് ആസ് ദ മാനേജ്മെന്റ് ക്യാൻ ജസ്റ്റ് consult the trade union and it does not need to discuss with the every employee before arriving at a decision. Okay, ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് ഓരോ എംപ്ലോയിനോടും അല്ലെ ഡിസ്കഷൻ ഒന്നും എടുക്കേണ്ട കാര്യമില്ല. കാരണം ആ എംപ്ലോയീസിൻ്റെതായിട്ടുള്ള ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് തന്നെ ആർക്കറിയാം? ഈ ട്രേഡ് യൂണിയനിലെ ലീഡേഴ്സിന് അറിയാം അല്ലെ. അപ്പൊ അവരോട് ഓരോന്നോരോന്ന് ചോദിച്ച് ഡിസിഷൻ എടുക്കേണ്ട കാര്യമൊന്നുമില്ല. ടോപ്പ് ലെവലിലുള്ള മാനേജ്മെന്റിന് എന്തെങ്കിലും തീരുമാനം എടുക്കണമെങ്കിൽ ട്രേഡ് യൂണിയന്റെ ഒരു മീഡിയേറ്ററിന്റെ കൃത്യമായിട്ടുള്ള അവരുടെ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ അവർക്ക് ഡിസിഷൻ എടുക്കാനായിട്ട് സാധിക്കും. കാരണം അവിടെ ട്രേഡ് യൂണിയൻ നിലകൊള്ളുന്നത് വർക്കേഴ്സിന് വേണ്ടിയിട്ടാണ് അല്ലെ, അവരുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. The information is the disseminated among the employees from the end of the trade union. നമുക്കറിയാം ട്രേഡ് യൂണിയൻ തന്നെയാണ് അവർക്കും എന്താണ് എന്തെങ്കിലും ഡിസിഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് അവെയർ ചെയ്ത് കൊടുക്കുന്നത്. It also need to carry out the task of persuading the employees positively regarding the decision taken by the management with the consent of a trade union. Okay, അവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ നമ്മുടെ ഉറപ്പ് കൊണ്ട് നമ്മുടെ സമ്മതം കൊണ്ടാണ് ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുത്തതെന്നൊക്കെ കൃത്യമായിട്ട് തന്നെ എംപ്ലോയീസിനെ ബോധവാന്മാരാക്കാനും എന്താണ് തീർച്ചയായിട്ടും ട്രേഡ് യൂണിയന് സാധിക്കും. കാരണം ഒരു മീഡിയേറ്റർ ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. അപ്പൊ അവരെ ഒറ്റയ്ക്ക് ഓരോരുത്തരെ ഓരോ എംപ്ലോയീസിനെയും കൺസിഡർ ചെയ്തിട്ട് അവരിൽ നിന്നും എന്തെങ്കിലും കാര്യങ്ങൾ അറിയുന്നതിന് പകരമായിട്ടാണ് നമ്മൾ യൂണിയനെയും കൂടി പങ്കാളിയാക്കിയിട്ട് അല്ലെങ്കിൽ യൂണിയനെ എല്ലാം ഓൾമോസ്റ്റ് വർക്കേഴ്സിൻ്റെതായിട്ടുള്ള ആവശ്യങ്ങളൊക്കെ അറിയാൻ കഴിയുന്നത് കൊണ്ട് തന്നെ അവരോട് ബാർഗെയിൻ ചെയ്തിട്ട് അല്ലെങ്കിൽ അവരോട് ഒരു ചർച്ച സംഘടിപ്പിച്ചിട്ടായിരിക്കും തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത്. അപ്പോൾ ഈ തീരുമാനങ്ങളെല്ലാം
അവർക്കുള്ളതാണ് അല്ലെ. തീർച്ചയായിട്ടും എംപ്ലോയീസിന് ബെനിഫിഷ്യൽ ആയിട്ടുള്ള കാര്യമായിരിക്കും. അവരൊരിക്കലും നീരസം പ്രകടിപ്പിക്കില്ല. കാരണം ഇവരുടേതായിട്ടുള്ള അവകാശങ്ങളാണ്, അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടാണ് യൂണിയൻ നേതാക്കൾ പ്രയത്നിക്കുന്നത്. then അവരിലേക്ക് ഇത്തരത്തിലുള്ള ഡിസിഷൻസ് ഒക്കെ അറിയിക്കാനായിട്ടും യൂണിയൻ നേതാക്കളെ കൊണ്ട് സാധിക്കും. ആണോ? നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ആക്ട് ആസ് എ സബ്സിസ്റ്റം. ഓക്കെ അല്ലേ? 5th പോയിന്റ് വരെ ഓക്കെ അല്ലേ? Act as a subsystem എന്താന്ന് നോക്കാം. The role of a trade union has grown in importance that they are now considered as a part of a social system. Okay. നമുക്കറിയാം ഒരു സബ്സിസ്റ്റം ആയിട്ട് നമ്മൾ യൂണിയനെ കാണുന്നു എന്നുള്ളത് നമ്മൾ നേരത്തെ ഇൻട്രൊഡക്ഷനിൽ തന്നെ ജസ്റ്റ് മനസ്സിലാക്കിയതാണ് അല്ലെ. അപ്പൊ അവര് ആ സബ്സിസ്റ്റം ആയിട്ട് നിലകൊള്ളാനായിട്ടുള്ള കാരണം പ്രധാനമായിട്ട് നമുക്കറിയാം എന്താണ്, ആ ഒരു സോഷ്യൽ ഒരു സമൂഹത്തിലെ പ്രാധാന്യമുള്ള ഒരു സിസ്റ്റം ആയിട്ടാണ് ട്രേഡ് യൂണിയനുകൾ നിലകൊള്ളുന്നത്. ചേഞ്ചസ് ഇൻ ദ സോഷ്യൽ, economic, political and legal environment of the country create impact the nature of the subsystem. Okay, നമുക്കറിയാം യൂണിയനുകൾ ഇപ്പൊ ഒരു എന്താണ് പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു വോട്ടെടുപ്പ് കാര്യങ്ങൾ വരുമ്പോൾ തന്നെ യൂണിയന്റെ മാറ്റങ്ങൾ വരും അല്ലെ. അത് കൃത്യമായിട്ട് തന്നെ പ്രതിഫലിക്കും. അപ്പൊ ആ ഒരു ഓർഗനൈസേഷനിൽ ചിലപ്പോ ചില യൂണിയനുകൾക്കായിരിക്കും പ്രാധാന്യം വരുന്നത്. ചില വോട്ട് ഇലക്ഷനും കാര്യങ്ങളും വരുമ്പോൾ ചില യൂണിയനുകൾക്കായിരിക്കും മാറ്റങ്ങൾ വരുന്നത് അല്ലെ. അങ്ങനെ ഒരു വേരിയേഷൻ ഉണ്ടാവില്ലേ? ഉണ്ടാവാറല്ലോ, ഉണ്ടാവാറുണ്ട് അല്ലെ. അപ്പൊ സാധാരണയായിട്ട് യൂണിയൻ എന്ന് പറയുമ്പോൾ എല്ലാം അതിനെ എന്താണ് ഇമ്പാക്ട് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഫോഴ്സ് ചെയ്യുന്നുണ്ട് അല്ലെ. അതിനെ സ്വാധീനിക്കുന്നുണ്ട്, ആ യൂണിയനെ സ്വാധീനിക്കുന്നുണ്ട്. അതായത് സോഷ്യൽ സാമൂഹ്യപരമായിട്ടും അല്ലെങ്കിൽ സാമ്പത്തികപരമായിട്ടും രാഷ്ട്രീയപരമായിട്ടും നിയമപരമായിട്ടുമുള്ള പല സ്വാധീനങ്ങളും യൂണിയനുകൾക്കുണ്ട് അല്ലെ. യൂണിയന്റെ ചില യൂണിയനുകൾക്ക് ബാർഗെയിൻ ചെയ്യാനുള്ള പവർ കരുത്തുണ്ടാവും. ചിലപ്പോ എന്താണ് ആ യൂണിയന്റെ എന്താണ് ചിലപ്പോ വല്ല രാഷ്ട്രീയ പാർട്ടികൾക്ക് പകരം ചില അഡ്വക്കേറ്റ്സ് അല്ലെ, അവിടെ ഇച്ചിരി കൂടി ഇങ്ങനെ നിയമത്തിന്റെ വശങ്ങളുള്ള വ്യക്തികളൊക്കെ ആണെങ്കിൽ നിയമത്തിന്റെ വശത്തില് ബാർഗെയിൻ ചെയ്യാനുള്ള പവർ ഉണ്ടാവും. രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് ബാർഗെയിൻ ചെയ്യാനുള്ള പവർ ഉണ്ടാവും. സാമ്പത്തിക സ്വാധീനം ഉപയോഗിച്ച് ബാർഗെയിൻ ചെയ്യാനായിട്ടുള്ള പവർ ഉണ്ടാവും. അങ്ങനെ പല രീതിയിലും ബാർഗെയിൻ ചെയ്യാനായിട്ടുള്ള പവറുള്ള വ്യക്തികളായിരിക്കും യൂണിയന്റെ നേതൃത്വ സ്ഥാനത്തിരിക്കുന്നത് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ പറയുകയാണെങ്കിൽ ഒരു സബ്സിസ്റ്റമായിട്ട് നിലകൊള്ളുമ്പോൾ ഇത്തരത്തിലുള്ള ചേഞ്ചസ് ഒക്കെ അതിനെ ബാധിക്കുന്നുമുണ്ട്. Thus we can say that trade unions work in a socio-economic system as a one unit in order to protect and to promote the interest of all the member employees. Okay, അപ്പൊ ഇങ്ങനെ സാമ്പത്തികപരമായിട്ടുള്ള രീതിയിൽ നിലകൊള്ളുന്ന ഒരു സിസ്റ്റം ആയതുകൊണ്ട് തന്നെ എന്താണ് അവിടെയുള്ള എല്ലാ എംപ്ലോയീസിനെയും അല്ലെ, എല്ലാ എംപ്ലോയീസിനെയും പല രീതിയിൽ അവര് സഹായിക്കുന്നുണ്ട്. ലീഗലി ആണെങ്കിലും സാമ്പത്തികമായിട്ടാണെങ്കിലും
അല്ലെങ്കിൽ എന്താണ് എന്തെങ്കിലും രാഷ്ട്രീയ സ്വാധീനത്തോട് കൂടിയിട്ട് എന്തെങ്കിലും ബാർഗെയിൻ ചെയ്യാനാണെങ്കിലും പലതരത്തിലും അവരെ സ്വാധീനിക്കുക. ചിലപ്പോഴൊക്കെ ബാർഗെയിൻ ചെയ്യാൻ ആവശ്യം വരുന്നത് ചിലപ്പോൾ ട്രാൻസ്ഫറിങ് കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടായിരിക്കും. അവർക്ക് ചിലപ്പോൾ അവിടെയുള്ള എംപ്ലോയീസിന് അവിടെ പോകാൻ പറ്റാത്തൊരു സ്റ്റേജ് ആണെങ്കിൽ എന്തെങ്കിലും ബാർഗെയിൻ ചെയ്യാനായിട്ട് ചില രാഷ്ട്രീയ സ്വാധീനങ്ങൾ ഉപയോഗിക്കും അല്ലെ. എക്കണോമിക് സാമ്പത്തിക വശം വെച്ചുകൊണ്ടോ അതല്ലെങ്കിൽ സോഷ്യൽ അല്ലെ എന്തെങ്കിലും സൊസൈറ്റിയുടെ ഭാഗത്തു നിന്ന് സമൂഹത്തിന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടൊക്കെ അവരെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് യൂണിയനെ കൊണ്ട് സാധിക്കുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് യൂണിയൻ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ഒരു സബ്സിസ്റ്റം ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഈ സബ്സിസ്റ്റത്തില് എല്ലാം തന്നെ ഇൻവോൾവഡ് ആണ് അല്ലെ. സോഷ്യൽ, എക്കണോമിക്, പൊളിറ്റിക്കൽ ആൻഡ് ലീഗൽ എൻവയോൺമെന്റ് ഓഫ് കൺട്രി അതെല്ലാം തന്നെ ഇൻവോൾവ് ചെയ്യുന്നതാണ് ഈ സബ്സിസ്റ്റം എന്ന് പറയുന്നത്. അതുകൊണ്ട് ആ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് തന്നെ വർക്കേഴ്സിന് അവരുടെ ഇൻട്രസ്റ്റുകൾ നേടിയെടുക്കാനായിട്ട് സാധിക്കും. ഓക്കെയാണോ? അപ്പൊ നിങ്ങൾ ജസ്റ്റ് ആ ഹെഡിങ്ങുകളൊക്കെ മസ്റ്റായിട്ട് മനസ്സിലാക്കി വെക്കാം. ട്രേഡ് യൂണിയൻ എന്ന് പറയുന്നത് ഒരു വോളണ്ടറി നേച്ചർ ആണ്, കോമൺ ഇൻട്രസ്റ്റ് ആണ് അവർ ഫുൾഫിൽ ചെയ്യുന്നത്. ബോട്ടം അപ്പ് അതോറിറ്റി അപ്രോച്ച് അല്ലെ, താഴെ അധികാരികളുമായിട്ടാണ് അവര് ബന്ധം സ്ഥാപിച്ചു വരേണ്ടത്. മാച്ച് പവർ വിത്ത് റിസോഴ്സസ്, എപ്പോഴും റിസോഴ്സസുമായി ബന്ധപ്പെട്ട് മാച്ച് ചെയ്യുന്നുണ്ടോ നോക്കിയിട്ട് മാത്രമാണ് അവർക്ക് ബാർഗെയിൻ ചെയ്യാനുള്ള പവർ ഉണ്ടാവുകയുള്ളൂ. വർക്കേഴ്സ് ആൻഡ് ഇന്റർമീഡിയറ്ററി ബിറ്റ്വീൻ എംപ്ലോയി ആൻഡ് എംപ്ലോയർ. തൊഴിലാളികൾക്ക് ഇവിടേക്ക് ഒരു മധ്യസ്ഥനായിട്ടുള്ള പ്രധാനപ്പെട്ട റോളാണ് എന്താണ് നമ്മുടെ ട്രേഡ് യൂണിയൻ നിർവഹിക്കുന്നത്. സബ്സിസ്റ്റം, ഒരു സബ്സിസ്റ്റം എന്ന നിലയിലാണ് നിലകൊള്ളുന്നത്. എക്കണോമിക്, സോഷ്യൽ, ലീഗൽ ആയിട്ടുള്ള പലതരത്തിലുള്ള ഇമ്പാക്ട് സ്വാധീനങ്ങളും ട്രേഡ് യൂണിയനുകൾക്ക് ഉണ്ട് എന്നുള്ളത്. അല്ലേ? എങ്ങനെ ചെയ്യാറോ? അടുത്ത ഭാഗത്തേക്ക് നോക്കാം. The reasons for employees to join trade unions. ഇതൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ട്രേഡ് യൂണിയനുകളിലേക്ക് എംപ്ലോയീസ് ജോയിൻ ചെയ്യുന്നത് അല്ലെ, അവിടെ മെമ്പർഷിപ്പ് എടുക്കാൻ കാരണം ഇതുണ്ടാവും. ഫസ്റ്റ് വൺ, ഇൻക്രീസ് ദ ബാർഗെയിനിങ് പവർ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ യൂണിയനിലെ പങ്കാളിയായി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കിട്ടുന്നത് ബാർഗെയിൻ ചെയ്യാനായിട്ടുള്ള പവർ അവർക്ക് കൂടുതലാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഒറ്റയ്ക്ക് നിന്ന് ബാർഗെയിൻ ചെയ്യാനായിട്ടുള്ള അതിനേക്കാൾ അപ്പുറം എന്താണ് യൂണിയന്റെ നേതൃത്വത്തിലാവുമ്പോൾ അതിന്റെ റിസൾട്ട് നേടിയെടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, നോക്കാം. ഇൻക്രീസ്ഡ് ബാർഗെയിനിങ് പവർ പലതരത്തിലുള്ള കാര്യങ്ങൾ കൊണ്ട് മിനിമം ഡിസ്ക്രിപ്ഷൻ അല്ലെ, പലതരത്തിലുള്ള കാര്യങ്ങളുണ്ട്. അതിന്റെ ഫസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇൻക്രീസ്ഡ് ബാർഗെയിനിങ് പവർ. ബാർഗെയിൻ ചെയ്യാനായിട്ടുള്ള പവർ കൂടുതലായതുകൊണ്ടാണ് മെമ്പേഴ്സ് യൂണിയനുകളിലൊക്കെ മെമ്പർഷിപ്പ് എടുക്കുന്നത്. It is a well-known fact that an individual employee has a very little power of negotiations in comparison to his employers. Okay, തൊഴിലുടമകളുടെ ഇടയിൽ ഒരു പേഴ്സണ് ഒറ്റയ്ക്ക് നിന്ന് എന്തെങ്കിലും ചർച്ചകൾക്ക് പങ്കാളിയാക്കുക എന്ന് പറയുന്നത് അവിടെ വളരെ പ്രാധാന്യം അല്ലെ, ഒരുപാട് നല്ല അതിന്റെ റിസൾട്ട് നേടിയെടുക്കാൻ സാധിക്കുന്നു വരില്ല അല്ലെ. അതുകൊണ്ടാണ് പറയുന്നത് ഇറ്റ് ഈസ് എ വെൽ നോൺ ഫാക്ട്. യാഥാർത്ഥ്യം എന്താന്ന് വെച്ചാൽ ഇൻഡിവിജ്വൽ എംപ്ലോയി ഹാസ് എ വെരി ലിറ്റിൽ പവർ അല്ലെ, അവിടെ അധികാരം അവർക്ക് വളരെ കുറവാണ്, തുച്ഛമായിട്ടുള്ള പവർ ആണുള്ളത്. എന്തിനു വേണ്ടിയിട്ട്? നമുക്ക് നമ്മുടെ എംപ്ലോയേഴ്സിന്റെ അല്ലെ തൊഴിലുടമയുടെ ഇടയിൽ നിന്നുകൊണ്ട് എന്തെങ്കിലും ചർച്ചകൾ സംഘടിപ്പിച്ച് അവരുടേതായിട്ടുള്ള അവകാശങ്ങൾ നേടിയെടുക്കാനുള്ള പവർ അവർക്ക് വളരെ കുറവാണ്. ആൻഡ് ഇഫ് ആൻ എംപ്ലോയി, അതായത് ഓരോ തൊഴിലാളിക്കും കുറവാണ് കേട്ടോ. And if an employee is dissatisfied with the terms and conditions of the job, which means the salary and working hours, he may leave the job. Okay. അവരിപ്പോ ഒറ്റയ്ക്ക് ആകുമ്പോൾ അവർക്ക് ബാർഗെയിൻ ചെയ്യാനായിട്ടുള്ള പവർ ഇല്ല. അതുകൊണ്ട് തന്നെ അവരുടെ സാലറി കുറവാണ്, അല്ലെങ്കിൽ വർക്കിംഗ് അവേഴ്സിന്റെ സാറ്റിസ്ഫൈഡ് അല്ല, അല്ലെങ്കിൽ എന്താണ് വർക്കിംഗ് കണ്ടീഷൻ, ജോബിന്റെ വർക്കിംഗ് കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് അല്ല, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ അവരെന്താണ് ആ ജോലിയിൽ നിന്ന് വിട്ടുപോകാനായിട്ട് തയ്യാറാവും. കാരണം അവരെ അവരുടേതായിട്ടുള്ള ബാർഗെയിൻ ചെയ്യാനുള്ള പവർ അവർക്ക് കുറവാണ്. ഓക്കെ, ബട്ട് പ്രാക്ടിക്കലി ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ഫോർ ആൻ എംപ്ലോയി ടു സ്വിച്ച് ജോബ് repeatedly due to dissatisfaction with the company. അതായത് പ്രാക്ടിക്കലി നമുക്കറിയാം എംപ്ലോയീസിന് ആ ജോബ് അല്ലെ ആ ഒരു ജോലിയുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്തെങ്കിലും സാറ്റിസ്ഫാക്ഷൻ ആയിട്ടുള്ള കാര്യങ്ങൾ നേടിയെടുക്കാനായിട്ട് പൊതുവെ കമ്പനിയിൽ നിന്ന് നേടിയെടുക്കാൻ സാധിക്കില്ല. അവർ പൊതുവെ എന്താണ് അൺസാറ്റിസ്ഫൈഡ് ആയിരിക്കും. അപ്പൊ ആ സാഹചര്യങ്ങളിലാണ് നമുക്കറിയാം യൂണിയന് പ്രാധാന്യം വരുന്നത് അല്ലെ.
Such a situation may cause financial as well as emotional problems for an employee. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഒറ്റയ്ക്ക് നിന്നിട്ട് അവരുടേതായിട്ടുള്ള ഭാഗ്യചയായിട്ടുള്ള പവർ കുറയുമ്പോൾ അവർക്ക് എന്താണ് ഫിനാൻഷ്യലി സപ്പോർട്ട് നമുക്കറിയാം എന്താണ് യൂണിയനൊന്നും ഇല്ലെങ്കിൽ ഒറ്റയ്ക്ക് തന്നെ വഹിക്കേണ്ടതായിട്ട് വരും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഫിനാൻഷ്യലിയും പൂർ ആയിരിക്കും, അതേമാതിരി തന്നെ ഇമോഷണലി വൈകാരികമായിട്ടുള്ള പ്രോബ്ലംസ് നമുക്ക് കൂടുതലായിരിക്കും അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും എന്താണ് അവിടെ ഒരു മീഡിയേറ്ററിന്റെ റോൾ അവിടെ പ്രധാനമായിട്ടും ആവശ്യമായിട്ട് വരും അല്ലെ. The better opinion for his is to join a trade union which can take appropriate actions against the management of the concerned company. Okay. അവരെന്ത് ചെയ്യും? ട്രേഡ് യൂണിയനിലെ മെമ്പർഷിപ്പ് എടുക്കും. അപ്പൊ എന്താണ് മാനേജ്മെന്റിന് അഗേൻസ്റ്റ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടായെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് അവിടെ ട്രേഡ് യൂണിയന്റെ സാന്നിധ്യത്തിൽ അവർക്ക് അത് ഭാഗ്യം ചെയ്യാനായിട്ടുള്ള പവറുകൾ ഉണ്ടാവും. Then threatening or actual going on a strike is an effective method that may lead the management to agree to the employee conditions and put consent to it. Okay, നമുക്കറിയാം ഇവിടെ പ്രധാനമായിട്ടും അല്ലെ ഒരു ഈ ഭീഷണിയൊക്കെ വരുമ്പോൾ നമ്മളെ കൊണ്ട് പറ്റില്ല എന്നൊക്കെ ഒരു കേൾക്കാത്ത വരുമ്പോൾ എന്താണ് ഒരു പ്രധാനമായിട്ടുള്ള ഫലപ്രദമായിട്ടുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത് എന്താണ് to agree the employees conditions and put consent to it. അപ്പൊ എഗ്രി എംപ്ലോയീസിൽ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ എഗ്രി ചെയ്യുക, അതിനുശേഷം അതിനനുസരിച്ചിട്ടുള്ള കണ്ടീഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ള കാര്യമായിരിക്കും എന്താണ് അവിടെ ഉണ്ടാവുക. തീർച്ചയായിട്ടും ഒറ്റയ്ക്ക് നിന്ന് പറയാനായിട്ടുള്ള ഇതാണ് ഈ ഒരു പോയിന്റിൽ മനസ്സിലാക്കേണ്ടത്. ഒരു എംപ്ലോയിക്ക് ഒറ്റയ്ക്ക് നിന്ന് ആ എംപ്ലോയറിനോട് പറഞ്ഞ് ഫലിപ്പിച്ച് അവരുടേതായിട്ടുള്ള അവകാശങ്ങൾ നേടിയെടുക്കാനായിട്ടുള്ള കഴിവുണ്ടാവണമെന്നില്ല. അപ്പൊ അതിനുള്ള സാഹചര്യം ഒരുക്കി തരുന്നത് യൂണിയനിൽ മെമ്പർഷിപ്പ് എടുക്കുമ്പോഴാണ് അല്ലെ. യൂണിയനിലെ മെമ്പർഷിപ്പ് എടുക്കുമ്പോൾ നമുക്കറിയാം ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ട് തന്നെ ഓരോരുത്തരുടെ അവകാശങ്ങൾ നേടിയെടുക്കാനായിട്ടുള്ള ഒരു സിറ്റുവേഷൻസ് അറേഞ്ച് ചെയ്യും. അപ്പൊ അങ്ങനെ വരുമ്പോഴെന്താണ് അത് ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെത്തേഡായിട്ട് മാറുന്നു. എന്തെന്ന് പറയുന്നത് ട്രേഡ് യൂണിയനിലെ മെമ്പർഷിപ്പ് എടുക്കുക എന്നുള്ളത് ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെത്തേഡായിട്ട് മാറും. ഓക്കെ. ഇവിടെ നമ്മൾക്ക് ബാർഗെയിൻ ചെയ്തെടുക്കാനായിട്ട് ഒറ്റയ്ക്ക് നിന്നാക്കാൻ പറ്റിയില്ലെങ്കിൽ ഒരു പ്രത്യേകത എന്താണ്, നമുക്ക് എന്തെങ്കിലും സ്ട്രൈക്ക് ഒക്കെ സംഘടിപ്പിക്കാൻ പറ്റും അല്ലെ. അത് ഒറ്റക്കെട്ടായിട്ട് നിന്നിട്ടാണ് അവരെ ഭീഷണിപ്പെടുത്താനായിട്ട് പറ്റുള്ളൂ അല്ലെ. അപ്പൊ ഒറ്റക്കെട്ടായിട്ട് നിന്ന് ഭീഷണിപ്പെടുത്തണമെങ്കിൽ നമുക്കറിയാം ഒരു ലീഡർഷിപ്പ് ഉണ്ടാവണം. അതിനോടൊപ്പം തന്നെ എന്താണ് കുറച്ച് അംഗങ്ങൾ കൂടി ഫോളോവേഴ്സും അവരുടെ കൂട്ടത്തിലുണ്ടാവണം അല്ലെ. അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് തീർച്ചയായിട്ടും ഇവരുടേതായിട്ടുള്ള അവകാശങ്ങൾക്ക് ഒരു തീരുമാനം എടുക്കാൻ സാധിക്കുള്ളൂ. അല്ലെങ്കിൽ ഒറ്റയ്ക്ക് പോയി നിന്നുകൊണ്ട് ബാർഗെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവർ മെയിൻ ചെയ്യണമെന്ന് ഇല്ല. ഓക്കെ, അതുകൊണ്ടാണ് പറയുന്നത് threatening or actually going on a strike is an effective method. സ്ട്രൈക്ക് നടത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ന്യായമായ അവകാശങ്ങളൊക്കെ നേടിയെടുക്കാനൊക്കെ സാധിക്കും. പക്ഷെ ഇത്തരത്തിലുള്ള സ്ട്രൈക്കിംഗ് കാര്യങ്ങളൊക്കെ നടപ്പാക്കണമെങ്കിൽ ഒരു യൂണിയൻ അവിടെ പങ്കാളിയായിട്ട് പ്രവർത്തിക്കേണ്ടത് ആവശ്യമായിട്ട് വരും. ഒക്കെയാണോ? നമുക്ക് നെക്സ്റ്റ് നോക്കാം. മിനിമൽ ഡിസ്ക്രിമിനേഷൻ. എന്താണ് മിനിമൽ ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത്? കുറഞ്ഞ ഒരു വിവേചനം അല്ലെ. നോക്കാം. പ്രൊമോഷൻ decisions, transfer decisions, salary determination, etc. are such decisions which are entirely depend on the personal perspective, feelings, opinion or understanding of the manager. Okay, തീർച്ചയായിട്ടും നമുക്കറിയാം പ്രൊമോഷൻ അല്ലെങ്കിൽ ട്രാൻസ്ഫർ കൊടുക്കുക, അല്ലെങ്കിൽ സാലറിക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തുക, ഇതെല്ലാം എന്താണ് ഇപ്പൊ പൊതുവെ എന്താണ് പലതരത്തിലുള്ള അല്ലെ ഒരു എംപ്ലോയിയെ ബാധിക്കുന്ന പലതരത്തിലുള്ള കാര്യങ്ങളാണ്. സച്ച് ഡിസിഷൻസ് അങ്ങനെയൊക്കെയുള്ള ഒരു തീരുമാനങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ തീർച്ചയായിട്ടും എന്താണ് അവർക്ക് പേഴ്സണൽ ആയിട്ടുള്ള കുറെ ഒപ്പീനിയനൊക്കെ ഉണ്ടാവും അല്ലെ. പേഴ്സണൽ ആയിട്ടുള്ള ഫീലിങ്സ് ഉണ്ടാവും, ആശയങ്ങൾ ഉണ്ടാവും, അങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങളും ഉണ്ടാവും അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും ഇത് കൈകാര്യം ചെയ്യുന്നത് അല്ലെ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം പ്രൊമോഷൻ ഡിസിഷൻ അല്ലെങ്കിൽ ട്രാൻസ്ഫർ ഡിസിഷൻ ഒക്കെ എടുക്കുമ്പോഴാണ്
അവിടെ എംപ്ലോയീസിന് ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് ഒന്നും ചെയ്യാനായിട്ട് സാധ്യമല്ലാത്തൊരവസ്ഥയിലേക്കൊക്കെ വരുന്നത്. അപ്പൊ അവർക്ക് എന്താണ് അത് കുറഞ്ഞു പോയി, അല്ലെങ്കിൽ സാലറി അവർ എന്തെങ്കിലും കൂട്ടിക്കൊടുക്കുന്നത് കുറഞ്ഞു പോയി, അല്ലെങ്കിൽ ട്രാൻസ്ഫർ ഒക്കെ ആണെങ്കിൽ വളരെ അടുത്തേക്കൊക്കെ ട്രാൻസ്ഫർ കൊടുക്കുന്നു, പ്രൊമോഷൻ ആണെങ്കിലും അങ്ങനെയൊക്കെയുള്ള തീരുമാനങ്ങൾ എടുക്കുമ്പോൾ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോ പൊതുവെ നമുക്കറിയാം ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തില് ഇതെല്ലാം ബാർഗെയിൻ ചെയ്തവർക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കുന്നു, അല്ലെ? ഹെൻസ് സുപ്പീരിയർ സബോർഡിനേറ്റ് റിലേഷൻഷിപ്പ് മേ പ്ലേ എ ക്രൂഷ്യൽ റോള് ഇൻ ഇറ്റ്. നമുക്ക് ഇതിലൊക്കെ ആണെങ്കിൽ എന്താണ് അവിടെ മേലധികാരികള് ഉദ്യോഗസ്ഥർ എന്നൊക്കെയുള്ള ഒരു ബന്ധം, അതൊക്കെ എന്താണ് ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ബന്ധമാണ് അവിടെ നിലപാടിൽ വരുന്നത്. ദ ചാൻസ് ഓഫ് പാർഷ്യാലിറ്റി ആൻഡ് ബേസിസ് മേ ഓൾസോ ക്രോപ്പ് അപ്പ്. ചിലർക്ക് ചില അല്ലെ അവർക്കൊക്കെ ചിലർക്കൊക്കെ ഒരു ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് വെച്ചാൽ ഒരു വിവേചനം, അല്ലെ? ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്ന ഒരു വിവേചനം. ചിലരോട് ചില അനുകമ്പ കാണിക്കുക, അല്ലെ? ചിലരുടെയൊക്കെ നമ്മുടെ അടുത്തുള്ള നിയറസ്റ്റ് ആയിട്ടുള്ള പ്ലേസിൽ തന്നെയൊക്കെ ട്രാൻസ്ഫർ ചെയ്യും, ചിലരൊക്കെ അകലെയുള്ള ബ്രാഞ്ചിലേക്കൊക്കെ ട്രാൻസ്ഫർ ചെയ്യും, അല്ലെ? പ്രൊമോഷൻ ആണെങ്കിലും ചിലരൊക്കെ അടുത്ത് തന്നെ നമ്മൾ കൊടുക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്, ചിലരൊക്കെ അകലങ്ങളിലേക്ക് പറഞ്ഞു വിടും, അല്ലെ? അപ്പൊ അങ്ങനെ വരുമ്പോൾ അവിടെ ബാർഗെയിൻ ചെയ്യാനായിട്ട് ഒരു പവർ ആവശ്യമാണ്. ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിലാണ് അവര് ബാർഗെയിൻ ചെയ്ത് അവരുടേതായിട്ടുള്ള ഇൻട്രസ്റ്റുകളൊക്കെ നേടിയെടുക്കുന്നത്. വീണ്ടും പറയുന്ന ഇൻ സച്ച് എ സിറ്റുവേഷൻ എ റോൾ ട്രേഡ് യൂണിയൻ ബിക്കം വെരി ഇമ്പോർട്ടന്റ് ആസ് ദേ ക്യാൻ ഫോഴ്സ് ദ മാനേജ്മെന്റ് ടു ഫ്രെയിം ദ പേഴ്സണൽ പോളിസീസ് ഇൻ ഓർഡർ ടു എൻഷുർ പാർട്ടി അമംഗ് ദ വർക്കേഴ്സ്. ഓക്കെ, വർക്കേഴ്സിന്റെ ഇടയിൽ പാർട്ടി പല പോളിസികളും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നത് തീർച്ചയായിട്ടും എന്താണ് യൂണിയനുകൾ, അല്ലെ? യൂണിയനുകളാണ് കൂടുതലായിട്ടുള്ള ഇമ്പോർട്ടന്റ് റോളുകൾ കൊടുക്കുന്നത്. ഒരു നയങ്ങൾ രൂപീകരിക്കാൻ ഇത്രയും വർഷം എക്സ്പീരിയൻസ് ഉള്ളവർക്ക്, അല്ലെ, ഇന്ന ഭാഗങ്ങളിലേക്ക് പ്രൊമോഷൻ ഉണ്ടാവും, ഇത്ര വർഷം എക്സ്പീരിയൻസ് ഉള്ളവർക്ക്, അല്ലെ, ഒരു സ്റ്റാർട്ടിംഗ് ഒക്കെ ആണെങ്കിൽ അവർക്ക് കുറച്ചും കൂടി മകളിലേക്ക് പോകാനായിട്ടുള്ള സാഹചര്യങ്ങൾ അറേഞ്ച് ചെയ്ത് കൊടുക്കാതിരിക്കുക, അങ്ങനെയൊക്കെയാണ്. അല്ലെങ്കിൽ ഇത്രയും ഏജ് കഴിഞ്ഞവർക്ക്, അല്ലെ, പ്രൊമോഷനും കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ അവർക്ക് ഇന്ന രീതിയിലേക്കുള്ള സാഹചര്യങ്ങൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ നിയറസ്റ്റ് ആയിട്ടുള്ള പ്ലേസുകളിലേക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. അങ്ങനെ പലതരത്തിലുള്ള ആനുകൂല്യങ്ങളെല്ലാം പലതരത്തിലുള്ള രീതിയിൽ തന്നെ അവിടെ ഫോഴ്സ് ചെയ്തുകൊണ്ട് അതിൽ നിന്ന് നടപ്പാക്കാനായിട്ട് ശ്രമിക്കുന്നതും ട്രേഡ് യൂണിയനുകളാണ്. ഓൾസോ ദ ഡിസിഷൻ റിലേറ്റഡ് ടു ലേബേഴ്സ് taken by the top management are closely monitored by the labor unions. ലേബർ യൂണിയനുകൾ നല്ലപോലെ നിരീക്ഷണത്തിന് അടിസ്ഥാനമാക്കിയിട്ടായിരിക്കും തീർച്ചയായിട്ടും എന്താണ് തൊഴിലാളികളുടെ, അല്ലെ, എന്താ പറയുക, ഓൾസോ ഡിസിഷൻ റിലേറ്റഡ് ടു ലേബേഴ്സ് ടേക്കൺ ബൈ ദ ടോപ്പ് മാനേജ്മെന്റ് ആർ ക്ലോസ്ലി മോണിറ്റേർഡ് ബൈ ദ ലേബർ യൂണിയൻസ്. ലേബർ യൂണിയനും കൂടി ക്ലോസ് ആയിട്ട് മോണിറ്റർ ചെയ്തതിനു ശേഷമാണ് അവരെ ഡിസിഷനൊക്കെ എടുക്കുന്നത്. ഇൻ കേസ് അവർക്ക് ബാർഗെയിൻ ചെയ്യാനൊക്കെ ആയിട്ടുള്ള പവറുകൾ ഉണ്ടെങ്കിൽ അതെല്ലാം, അല്ലെ, ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് അത് എടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. All this can reduce the scope of partiality and the basis in the organization. ഓർഗനൈസേഷനിൽ ഒരു കൂട്ടം ജീവനക്കാരോടൊന്നും പാർഷ്യാലിറ്റി കാണിക്കാതെ തീരുമാനങ്ങൾ എടുക്കാനൊക്കെ ആയിട്ട് ഇതുകൊണ്ട് സാധിക്കുന്നു. തീർച്ചയായിട്ടും നമുക്കറിയാം അവിടെ ആർക്കെങ്കിലും ഒരു വേർതിരിവ് കാണിച്ചുകൊണ്ട് ട്രാൻസ്ഫർ ഓർഡറോ അല്ലെങ്കിൽ പ്രൊമോഷനോ അല്ലെങ്കിൽ വേജ് കൂടി കൊടുക്കലോ ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് അവിടെ ഇടമധ്യസ്ഥനായിട്ട് പ്രവർത്തിക്കുന്നത് ട്രേഡ് യൂണിയനുകളാണ്. ഈ യൂണിയനുകളുടെ നേതൃത്വത്തിലായിട്ടാണ് എല്ലാവർക്കും ഒരേപോലെ തന്നെ അവകാശങ്ങൾ നേടിയെടുക്കാനുള്ള പവർ നേടിയിട്ടുള്ളത്. ഓക്കെയാണോ? ജസ്റ്റ് ഇന്നടുത്ത് ഒന്ന് വായിച്ചു നോക്കാം, ഞാൻ അധികം എടുക്കണില്ല. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കാം, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ണോ? ഏതെങ്കിലും ഭാഗത്ത് ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ?
ഉണ്ടോ? എവിടെയെങ്കിലും ക്ലിയർ ആവാത്തതുണ്ടോ? ഞാൻ മ്യൂട്ടാക്കിയിട്ടുണ്ട്. ാണ്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു. താങ്ക് യു.